എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ താരാദേവിയുടെ സൃഷ്ടി സ്ഥിതി സംഹാര ധ്യാനങ്ങളെക്കുറിച്ച് അതിൽ സൃഷ്ടിക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും ഞാൻ കഴിഞ്ഞതിൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സംഹാര രൂപിണിയാവും താമസഭാവവും, അതായത് താമസധ്യാനം, സംഹാര ധ്യാനം. അപ്പം 3, 6, 8, 12 ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നവർക്ക് ഈ സംഹാര ധ്യാനമാണ് ജപിക്കേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ഉപദേശിക്കുകയാണ്. കൃഷ്ണാംബരാഢ്യാം നൗ സംസ്ഥാമസ്താഭരണഭൂഷിതാം നവവക്ത്രാം ഭുജൈരഷ്ടാദശഭിർദധതീം വരം അഭയം പരശും ദർവീം ഖഡ്ഗം പാശുപദം ഹലം ഭിണ്ടീം ശൂലം ച മുസലം കർത്രീം ശക്തിം ത്രിശീർഷകം സംഹാരാസ്ത്രം വജ്രപാശൗ ഖഡ്വാംഗം ഗദയാ സഹ രക്താംബോധൗ സ്ഥിതാം ധ്യായേത് സംഹാരധ്യാനമീദൃശം. കറുത്ത വസ്ത്രമുടുത്ത് തോണിയിലിരിക്കുന്നവളും 9 മുഖമുള്ളവളും അസ്ഥിമാല അണിഞ്ഞവളും 18 കൈകളിൽ വരദം, അഭയം, മഴു, തവി, വാള്, പാശുപതാസ്ത്രം, കരി, ഭിണ്ടി, ശൂലം, ഉലക്ക, കത്രിക, വേൽ, ത്രിശൂലം, സംഹാരാസ്ത്രം, വജ്രം, കയറ്, ഖഡ്വാംഗം, ഗദ എന്നിവ ധരിച്ചിരിക്കുന്നവളും രക്തസമുദ്രത്തിൽ വസിക്കുന്നവളുമായ താരാദേവിയെ ഞാൻ ഭജിക്കുന്നു അഥവാ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം ജാതകത്തിൽ 3, 6, 8, 12 ഈ ഭാഗങ്ങളിൽ വ്യാഴസ്ഥിതിയാണെങ്കിൽ അവർ ഈ സംഹാര ധ്യാനമാകുന്ന താരാദേവിയെ, സംഹാര രൂപിണിയാകുന്ന താരാദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഹരിയും ഹരിയും ഹരിയും.